ഹലോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ ചിക്കൻ പാർട്സിൻ്റെ റെസിപ്പി ആയിട്ട് വരാമെന്ന്. അപ്പോൾ ഞാൻ ഇന്നിതാ ചിക്കൻ പാർട്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ പാർട്സ് എല്ലാം നല്ല കഴുകി വൃത്തിയാക്കി പീസാക്കി വെച്ചിട്ട് അതിനുശേഷം അതിന് വേണ്ട സവാള, ഞാനൊരു 5 സവാള എടുത്തിട്ടുണ്ട്. ചെറിയ പീസ് ഇഞ്ചി, 6-7 അല്ലി വെളുത്തുള്ളി, 5 പച്ചമുളക്, 2 തക്കാളി, കറിവേപ്പില ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഞാൻ ചട്ടി അടുപ്പത്തേക്ക് വെച്ച ശേഷം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയിലേക്ക് ഞാൻ 1 സ്പൂൺ ഉപ്പിടുന്നുണ്ട്. നന്നായിട്ട് വഴണ്ട് കിട്ടാനാണ് ഞാൻ ഉപ്പിടുന്നത് കേട്ടോ. അപ്പോൾ സവാളയിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും വഴണ്ട് സവാളയും വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഗരം മസാലയും എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്ന കുരുമുളക് പൊടിയാണ് ലിവർ കറിക്ക് ഏറ്റവും സ്വാദ് കൂട്ടുന്നത് കേട്ടോ. ഇവിടെ ലിവർ കറി വെക്കുമ്പോഴേ ചോദിക്കുന്നത് കുരുമുളകുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ പോയി വാങ്ങിച്ചിട്ട് കൊണ്ടുവരും കേട്ടോ. എന്നിട്ട് നമുക്ക് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് അരമണിക്കൂർ കഴിഞ്ഞ് കറി എല്ലാം റെഡിയാകുമ്പോൾ മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി.